എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഫെറി യാത്രയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. സ്ഥലം ഹ്യൂസ്റ്റണിൽ നിന്ന് 51 മൈൽ മാറി ഗാൽവെസ്റ്റൺ. ഈ ഇടതുവശത്ത് വരിയായിട്ട് നിൽക്കുന്നത് മൊത്തം ഫെറിയിൽ കയറാനുള്ള വണ്ടികളാണ്. 1 മൈൽ ദൂരെ ഈ ലൈൻ്റെ അറ്റത്ത് ഞങ്ങളും കയറി. ലൈൻ കട്ട് ചെയ്ത് ഇറക്കി കയറാൻ നോക്കിയാൽ പിടിക്കാൻ പോലീസുണ്ട്. $500 ഫൈൻ. ലോങ് വീക്കെൻഡ് സ്റ്റാർട്ടിംഗ് ആണ്, വൈകുന്നേരമാണ്. അതുകൊണ്ടാണ് ഇത്ര നീണ്ട ക്യൂ. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂറോളം ക്യൂ ഒക്കെ നിന്ന് ഫെറി ലാൻഡിങ് ഏരിയ എത്തിയിട്ടുണ്ട്. ഇനി 3-4 ലൈനായിട്ട് വണ്ടികളെ തിരിച്ചാണ് ഫെറിയിലോട്ട് കയറ്റുന്നത്. ഒരു ടൈമിൽ എത്ര ഫെറി ഓടുന്നുണ്ടെന്നും ഏകദേശം എത്ര വെയിറ്റിംഗ് ടൈം ആണെന്നൊക്കെ ഗാൽവെസ്റ്റൺ ഫെറി എന്ന ട്വിറ്റർ ഹാൻഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അതുമല്ലെങ്കിൽ ഹ്യൂസ്റ്റൺ ട്രാൻസ്റ്റാർ എന്ന സൈറ്റിൽ പോയാൽ 2 സൈഡിലെയും സെക്യൂരിറ്റി ക്യാമറകളിൽ നിന്നുള്ള ഫീഡ് നമുക്ക് ലൈവായിട്ട് കാണാം. അപ്പോഴും അത് നോക്കിയാലും ഏകദേശം ക്യൂ എന്തോരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകാം. ഗാൽവെസ്റ്റൺ ബേയുടെ അപ്പുറം ഇപ്പുറവും കിടക്കുന്ന ഗാൽവെസ്റ്റൺ ഐലൻഡ് ബൊളിവാർ പെനിൻസുലയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ ഫെറി സർവീസ്. ഫെറി സർവീസ് 24 hours ഉണ്ട്. രാത്രി ഒരു ഫെറിയും പകൽ 1-2 ഫെറിയൊക്കെ ഉള്ളത്. അപ്പം വീക്കെൻഡ് പോലെ ഏതെങ്കിലും പീക്ക് ടൈം ആണെങ്കിൽ 5 ഫെറി വരെ ഓടാറുണ്ട്. ഇന്നിപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ്, 5 ഫെറി ഓടുന്നുണ്ട്. ഫെറി കയറാൻ വണ്ടി വേണം നിർബന്ധമൊന്നുമില്ല. ഇപ്പം തിരക്കുള്ള ടൈമാണ്, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വയ്യെങ്കിൽ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് ഫെറി നടന്ന് കയറാം. അതാകുമ്പോൾ തൊട്ടടുത്ത ഫെറി തന്നെ കയറാം. $2.7 മൈൽസാണ് ഗാൽവെസ്റ്റൺ ഐലൻഡിൽ നിന്ന് ബൊളിവാർ പെനിൻസുലയിലോട്ട് ഫെറിയിൽ സഞ്ചരിക്കുന്ന ദൂരം. ഇങ്ങനൊരു ഫെറി സർവീസ് ഇല്ലെങ്കിൽ റോഡ് മാർഗം നമ്മൾ ഗാൽവെസ്റ്റണിൽ നിന്ന് ബൊളിവാർ പെനിൻസുലയിലോട്ട് പോകണമെങ്കിൽ 130 മൈൽ ചുറ്റണം. ഗാൽവെസ്റ്റൺ ബേയുടെ ചുറ്റും 2.5 മണിക്കൂറോളം സമയമെടുത്ത് വേണം റോഡ് മാർഗം പോകാൻ. ബേയിലേക്ക് കയറാൻ ഒരുപാട് ഷിപ്പുകൾ വരുന്നുണ്ട്. ഷിപ്പിൻ്റെ അതേ വഴി തന്നെയാണ് നമ്മളും യാത്ര ചെയ്യുന്നത്. ഫെറിയിൽ ഈ 2.7 മൈൽസ് ക്രോസ് ചെയ്യാൻ ഏതാണ്ട് ഒരു 18-20 മിനിറ്റ് എടുക്കത്തുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്താലും ലാഭമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഫെറി സർവീസിന് നല്ല ചാർജ് ആയിരിക്കും. ഇതിൻ്റെ ചാർജ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. $0, ഫുൾ ഫ്രീ ആണ്. ടെക്സസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് ഈ ഫെറി സർവീസ് നടത്തുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ. വണ്ടി ഓടിക്കുന്ന ചിലവ് പോലും ഇല്ല. ചുമ്മാ വണ്ടി കയറ്റി നിർത്തിയിട്ടാൽ മാത്രമാണ്. ഏതാണ്ട് 5 വരിയിലായിട്ട് 70 വണ്ടികളാണ് ഒറ്റ ടൈം കൊണ്ടുപോകാൻ പറ്റുന്നത്. 70 വണ്ടികളും 500 പാസഞ്ചേഴ്സുമാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇനി പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണാനുണ്ടെന്ന് നോക്കാം. ഫെറി യാത്രയുടെ മെയിൻ അട്രാക്ഷൻ ഡോൾഫിൻസ് തന്നെയാണ്. ഒരുപാട് ഡോൾഫിൻസ് ഉള്ള സ്ഥലമാണ് ഗാൽവെസ്റ്റൺ ബേ. ഇന്നിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഒരുപാട് ബോട്ടുകളും 5 ഫെറി ഓടുന്നതുകൊണ്ടായിരിക്കും എണ്ണം ഇത്തിരി കുറവാണ്. കഴിഞ്ഞ വർഷം രാവിലെ പോയ സമയത്ത് ഒരുപാട് ഡോൾഫിൻസിനെ കാണാൻ പറ്റി. Guys, Sundar. Lakshadhar, where is Gio and Dheeraj? That is a museum. Which one? ഗാൽവെസ്റ്റൺ നേവൽ മ്യൂസിയമാണ് ഈ കാണുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല. അങ്ങോട്ട് പോകണേ വേറെ വഴിക്ക് പോകണം. US നേവിയിൽ സെർവ് ചെയ്തിരുന്ന 2 ഷിപ്പുകളാണ് ഇവിടെ ഉള്ളത്. USS കവാല എന്ന സബ്മറീനും USS സ്റ്റീവാർട്ട് എന്ന ട്രെയിനിങ് ഷിപ്പ്.
ഗാൽവെസ്റ്റണിൽ നിന്ന് മെക്സിക്കോയിലേക്കും കാരീബിയനിലേക്കും ഒക്കെ ക്രൂസ് പോകുന്ന ഷിപ്പാണ് കാർണിവൽ വിസ്റ്റ. ഇതുപോലെ വേറെ 2-3 ഉണ്ട്. ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് വെറുതെ കിടക്കുക. ഫെറിയെ ചുറ്റിപ്പറ്റി കുറേ പക്ഷികളുണ്ട്. അതിൽ സീകളാണ് മെയിൻ. യാത്രക്കാരായിട്ട് കൊടുക്കുന്ന ഫുഡും ഒക്കെ തിന്ന് അതിങ്ങനെ കൂടെ വരും. ചിലപ്പം പെലിക്കനെ കാണാം. ഫെറിയിൽ പോകുമ്പോൾ ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഷിപ്രക്കുണ്ട്. 1920 ഉണ്ടാക്കിയ ഒരു വേൾഡ് വാർ 1 ഫൈറ്റർ ഷിപ്പ്. അന്ന് ഇരുമ്പിന് ക്ഷാമം വന്നതുകൊണ്ട് കോൺക്രീറ്റ് കൊണ്ട് അത് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് യുദ്ധമൊക്കെ തീർന്നു. പിന്നെ അത് ഓയിൽ ടാങ്കറായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. അധികം നാളൊന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല. മെക്സിക്കോയിൽ ഒരു ജെട്ടിയിലടിച്ച് അതിന് കേട് പറ്റി. അത് ഗാലോസിന് നന്നാക്കാൻ പറ്റാതായപ്പോൾ അതിവിടെ തന്നെ ഇട്ടു. അങ്ങനെ കഴിഞ്ഞ 98 കൊല്ലമായിട്ട് ഇതിവിടെ കിടപ്പുണ്ട്. ഫെറിയിൽ കയറി ബൊളിവാർ പെനിൻസുല എത്തിയാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവിടെയും ചെറിയ ചെറിയ ബീച്ചുകളൊക്കെ ഉണ്ട്. ഗാൽവെസ്റ്റണിലെ പ്രധാന വിനോദം എന്ന് പറയുന്നത് മീൻപിടുത്തമാണ്. അതിനായിട്ട് വന്ന ഒരുപാട് പേരെ കാണാം. അല്ലാതെ വേറെ ഒന്നുമില്ല. തിരിച്ച് ഇതേ ഫെറിയിൽ ഗാൽവെസ്റ്റണിലോട്ട് റിട്ടേൺ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു യാത്രയുമായി കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കണ്ട.